ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മിസ്സസ് മലബാർ. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫാണ്. ഒരു റെസിപ്പി കാണിക്കുന്നുണ്ട്, അതുപോലെ നമ്മൾ പുറത്ത് പോയിട്ടുള്ള വിശേഷങ്ങൾ കാണിക്കുന്നുണ്ട്. അതെല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് റവ ഇഡ്ലിയാണ് ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് ടൈമാണ് റവ ഇഡ്ലി ട്രൈ ചെയ്യാൻ പോണത്. അപ്പോൾ ഡബിൾ ഓസിൻ്റെ റോസ്റ്റഡ് റവ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഈ പാക്കറ്റിന് ഇപ്പോൾ ഒരു ഓഫർ ഉണ്ട്. 1 kgൻ്റെ കൂടെ 200 ഗ്രാം നമുക്ക് ഫ്രീ കിട്ടും. ഇതിൻ്റെ ബാക്ക് തന്നെ അവർ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത് വെച്ചിട്ടാണ് ഇന്ന് റവ ഇഡ്ലി ഉണ്ടാക്കണേ. അതിലേക്ക് 1 കപ്പ് റവയാണ് ഞാൻ എടുക്കുന്നത്. ഇതിലേക്ക് നമ്മൾ ക്യാരറ്റ്, ബീട്രൂട്ട് അങ്ങനെ എന്ത് പച്ചക്കറികൾ ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമ്മളിപ്പോൾ ക്യാരറ്റ് മാത്രമേ ചേർക്കണുള്ളൂ. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ക്യാരറ്റും ഇഞ്ചിയും എല്ലാം ഉമ്മ അവിടെ മുറിച്ച് റെഡിയാക്കുന്നുണ്ട്. ഇപ്പം ഞാനൊരു ബൗളിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആ 1 കപ്പ് റവ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വലിയ പുളിയൊന്നും ഇല്ലാത്ത തൈര് വേണം എടുക്കാൻ. പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കാം. പിന്നെ 1 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് കട്ടയൊന്നുമില്ലാതെ മിക്സാക്കി എടുക്കാം. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് മാറ്റി വെക്കണം. ഈ റവൻ്റെ മിക്സിക്ക് നമുക്കൊരു വറവ് ഉണ്ടാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുഞ്ഞി പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഡിസാനോൻ്റെ കോൾഡ് പ്രസ്ഡ് വെർജിൻ കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ കോക്കനട്ട് ഓയിൽ നല്ലതാണ്, നല്ല സ്മെല്ലാണ്. അപ്പം കുറച്ച് മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. എന്നിട്ട് അതിലേക്ക് കടുക് പൊട്ടിക്കുകയാണ് ആദ്യം. ഇനി ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഓരോന്നോരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ച് ചെറിയ ജീരകം ഇട്ടാണ്, പിന്നെ പൊട്ടുകടല, അതൊക്കെ ഒരു നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക. കുറച്ച് പച്ചമുളക് എരിവിന് ആവശ്യത്തിന്, ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ക്യാരറ്റ് ഇങ്ങനെ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. അതും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും ചെറുതായിട്ട് മുറിച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കി വെക്കാം. ഇനി നമ്മൾ ആക്കിയിട്ടുള്ള ഈ വറവ് ഈ റവൻ്റെ മിക്സിലേക്ക് ഇട്ട് കൊടുക്കുക. റവ ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ട് ഏതാണ്ട് ഒരു 1/2 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 1 മണിക്കൂറെങ്കിലും ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനുശേഷം മാത്രമേ ഈ വറവ് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അതിനുശേഷം ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇതൊക്കെ മിക്സാക്കി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇഞ്ചിയും പിന്നെ കായപ്പൊടിയും ചേർത്തിട്ടില്ല എന്നുള്ളത് ഓർമ്മ വന്നേ. അപ്പോൾ വീണ്ടും പാൻ വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് മുറിച്ചതും കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. സാമ്പാർ കായല്ലേ, അതാണ് ചേർക്കുന്നത്. ഒരിത്തിരി ചേർത്താൽ മതി. എന്നിട്ട് അതും നമ്മുടെ ഈ ബാറ്ററിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇഡ്ലി തട്ടൊക്കെ നല്ലോണം തുടച്ച് റെഡിയാക്കി വെച്ചേന്. എന്നിട്ട് അതിലേക്ക് കുറച്ച് നല്ലെണ്ണ തടവി കൊടുക്കുകയാണ്, പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മുടെ ബാറ്ററിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കണം. അത് എപ്പോഴാണോ നമ്മളിത് കുക്ക് ചെയ്യാൻ പോണത് അതിൻ്റെ കുറച്ച് മുന്നായിട്ട് മാത്രം ചേർക്കുക. ആദ്യം മിക്സ് ചെയ്തിട്ട് വെക്കരുത്, അപ്പം ബേക്കിംഗ് സോഡ റിയാക്ട് ചെയ്യൂല. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് ഇഡ്ലിൻ്റെ ആ തട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ സാധാരണ ഇഡ്ഡലി ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇഡ്ഡലി ചെമ്പിൽ വെള്ളം വെച്ചിട്ട് തിളപ്പിക്കുക. എന്നിട്ട് ഈ തട്ട് അതിൻ്റെ ഉള്ളിൽ ഇറക്കി വെച്ചിട്ട് ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കണം. എനിക്കിങ്ങനെ ഇൻസ്റ്റഗ്രാം കൊളാബറേഷന് വേണ്ടിയിട്ട് കുറച്ച് ഹിജാബ്സൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോസ് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. എന്നാൽ പിന്നെ ഫ്രീ ആവുമ്പം എഡിറ്റ് ചെയ്തിട്ട് നേരെ സ്റ്റോറീസിൽ അപ്ലോഡ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ എടുത്ത് വെക്കുകയാണ് ഇപ്പോൾ. അപ്പോഴേക്കും നമ്മുടെ ഇഡ്ഡലി നല്ലോണം കുക്കായി വന്നിട്ടുണ്ട്. ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുന്നതുകൊണ്ട് ചീറ്റി പോകുമോ എന്നുള്ള നല്ല പേടി ഉണ്ടായിരുന്നു. പക്ഷേ ഇല്ല, കറക്റ്റായിട്ട് കുക്കായി നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി തട്ടൊക്കെ എടുത്ത് മാറ്റി വെക്കുകയാണ് ചൂടാറാനായിട്ട്.
ഞാൻ ആകെ ഇത്ര ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇനിയിപ്പോൾ ടേസ്റ്റ് ഇല്ലെങ്കിൽ വെറുതെ ഉമ്മാൻ്റെ അടുത്ത് നിന്ന് ചീത്തയൊക്കെയുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇത്ര മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. പക്ഷേ സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ കഴിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായത് കുറച്ചും കൂടെ ഉണ്ടാക്കിയിരുന്നു എന്നുള്ളത്. അങ്ങനെ നമ്മളെല്ലാവരും ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ഇഡ്ഡലിയും പിന്നെ മീൻകറിയാണുള്ളത്. ഈ കോമ്പിനേഷൻ അധികം ആൾക്കാർ ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ നമ്മുടെ വീട്ടിൽ ഈ മീൻകറി എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കും. ദോശ, ചപ്പാത്തി, പുട്ട് അങ്ങനെ എല്ലാത്തിൻ്റെ കൂടെയും മീൻകറി കഴിക്കലുണ്ട്. പിന്നെ എനിക്ക് കേക്കിൻ്റെ കുറച്ച് കാര്യങ്ങൾ തീർന്നിനു. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ടൗണിലേക്ക് പോവാണ്. അധികം ബേക്കേഴ്സ് ആൻഡ് ബട്ട്ലേഴ്സ് തന്നെയാണ് വാങ്ങിക്കലുള്ളത്. അപ്പോൾ അങ്ങോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ചു പോകാനായിട്ട് നിൽക്കുമ്പോഴാണ് കേക്ക് ക്രേവിങ്സ് ബൈ സുമയ്യ എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് അവർ കുറച്ച് പ്രൊഡക്ട്സ് കൊണ്ടു തന്നെ. ഇതൊക്കെയാണുള്ളത്. ഒരു മിനി ട്രെസ്ലെച്ചസ് ജാറും പിന്നെ ഒരു വലിയ ട്രെസ്ലെച്ചസ് ജാറും അതുപോലെ പ്രോൺസ് കുനാഫയും. ഇത്രയും സംഭവങ്ങളാണ് അവർ കൊണ്ടു തന്നെ. അപ്പം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ പോയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. ഈ മിനി ട്രെസ്ലെച്ചസ് ജാറ് ഇപ്പം തന്നെ ഒന്ന് ടേസ്റ്റ് നോക്കുകയാണ്. തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ ഉമ്മ നല്ല ബീഫ് കറിയും ചോറും മീൻ പൊരിച്ചതും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നല്ല വിശപ്പും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വേഗം തന്നെ ചോറൊക്കെ വിളമ്പുകയാണ്. അങ്ങനെ വയറ് നിറച്ച് ചോറൊക്കെ കഴിച്ചതിന് ശേഷം അനീസ്ക്ക് ഇങ്ങനെ ഫോണിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചാനലിലുള്ള വീഡിയോസൊക്കെ ഇരുന്ന് കാണുകയാണ്. നേരത്തെ കിട്ടിയിട്ടുള്ള ട്രെസ്ലെച്ചസ് ജാറ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറച്ച് നേരം തണുപ്പിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പ്രോൺസ് കുനാഫയും അടിപൊളിയാണ്, നല്ല രസമുണ്ട്. ഞാൻ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് റിവ്യൂ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ ഇട്ടിട്ടുണ്ട്. അപ്പം കാണേണ്ടവർ ഇൻസ്റ്റയിൽ കയറിയിട്ട് ഒന്ന് ഫോളോ ചെയ്യുക, എന്നിട്ട് വീഡിയോ കാണുക. ഇതൊക്കെ കഴിച്ചുകൊണ്ട് തന്നെ പിന്നെ ആർക്കും വലിയ വിശപ്പൊന്നും ഇല്ലേനു. അപ്പോൾ പിന്നെ നമ്മൾ ലൈറ്റായിട്ട് എന്തെങ്കിലും ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ രാത്രി ഈ നെല്ലിക്ക ജ്യൂസാണ് കുടിച്ചത്. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പം കുറച്ച് നെല്ലിക്ക എടുത്തിട്ട് അത് മുറിച്ചിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിപ്പോൾ എനിക്ക് പുതിയതായിട്ട് റിവ്യൂവിന് വന്നിട്ടുള്ള ഒരു ബ്ലെൻഡറാണ്, അഗാരോ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ. നല്ലതാണ്. അപ്പോൾ അതിലൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടും കൂടെയാണ് ഇതിൽ തന്നെ ജ്യൂസ് അടിക്കുന്നത്. ഇതിനിങ്ങനെ 3 ബട്ടണാണ് വരുന്നത്: ഓൺ, ഓഫ്, ലോ, ഹൈ, പിന്നെ പൾസ്. നമുക്ക് ജ്യൂസ് അടിക്കാനും പിന്നെ പൊടിക്കാനും ഒക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു ബ്ലെൻഡറാണിത്. ഇതിൻ്റെ കൂടെ വേറൊരു വലിയ ജാറും കൂടെ ഉണ്ട്. ഈ
ഈ ബ്ലെൻഡറിൻ്റെ കൂടെ തന്നെ നമുക്കിങ്ങനെ ഒരു ലിഡ് കിട്ടുന്നുണ്ട്. ഇതെന്തിനാ വെച്ചാൽ നമുക്കിപ്പോൾ ഈ ജ്യൂസ് അടിച്ചിട്ട് ആ പാത്രത്തിൽ തന്നെ നേരിട്ട് സ്റ്റോർ ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കാം. ഇങ്ങനെ അടച്ചിട്ട് ഫ്രിഡ്ജിലൊക്കെ വെക്കാൻ പറ്റും. അല്ലെങ്കിൽ എങ്ങോട്ടേക്കും കൊണ്ടുപോകാനൊക്കെ ഇതുപോലെ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഇതാ ഇങ്ങനൊരു സിപ്പർ ക്യാപ്പും വരുന്നുണ്ട്. അപ്പം ഈ ക്യാപ്പ് നമ്മുടെ ജാറിന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് ശരിക്കൊരു സിപ്പർ ബോട്ടിൽ പോലെ ആയിട്ട് മാറും. നമുക്ക് പുറത്തൊക്കെ പോകുമ്പം കൊണ്ടുപോകാൻ പറ്റും. ആരും അറിയില്ല ഇത് ബ്ലെൻഡറിൻ്റെ ജാറാണെന്നുള്ളത്. അങ്ങനെ ഞാൻ ആ നെല്ലിക്ക ജ്യൂസ് ഒന്ന് അരിച്ചെടുക്കുകയാണ്. ശരിക്കും നമ്മൾ അരിക്കാതെ കുടിക്കുമ്പോഴാണ് നല്ലത്. പക്ഷേ അങ്ങനെ കുടിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ അരിച്ചെടുക്കണേ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. പിന്നെ ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്